ഇതിന്റെ പുതിയ തലങ്ങൾ എന്തൊക്കെയാണ് മെന്റലിസത്തിന്റെ? പുതിയ തലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും മെൻ്റലിസം എന്ന് പറയുന്നത് മൈൻഡ് റീഡിങ്ങിൽ നിന്ന് മാറിയിട്ട് ഹിപ്നോട്ടിസം, പിന്നെ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ മെൻ്റലിസം അല്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഹിപ്നോട്ടിസം മെൻ്റലിസമായിട്ട് റിലേറ്റഡ് ആണെന്നാണ്. അപ്പോൾ കൂടുതലൊരു മെൻ്റലിസത്തിലേക്ക് പോവാതെ നേരെ ഹിപ്നോട്ടിസത്തിലേക്കാണ് പോകുന്നത്. മെൻ്റലിസം ഇപ്പോൾ കൂടുതലും ഡിവൈസുകളെ ഇത് ചെയ്യുന്നുണ്ട്. ഡിവൈസുകൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റ്ലി ഡിവൈസസ് ഉണ്ട്, അതിലെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെൻ്റലിസം മുന്നോട്ട് പോകുന്നത്. അതെ, ഇപ്പോൾ മോസ്റ്റ്ലി വലിയ മെൻ്റലിസ്റ്റുകളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, മനസ്സിലായി. കുറച്ച് വലിയ മെൻ്റലിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സ്റ്റേജിൽ അത്ര വലിയ ഇപ്പോൾ ഒരു അഡ്വഞ്ചർ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെല്ലാം എടുക്കുന്നവർ ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷെ നമ്മുടെ ഇതിന് ചേരാത്ത കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈമിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് ചെയ്യുന്നുണ്ട്, നേരത്തെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് മെൻ്റലിസം എഫക്ട്സ് അല്ല, ആ ഷോയ്ക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഷോയ്ക്ക് ഭംഗി കൂടാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എത്തിക്സിന് പറ്റാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ പുറകിൽ എന്തായാലും കോൺട്രവേഴ്സി വരും.